മെസ്സിയെയും അർജൻറ്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുന്നതിന് അടച്ച പണം 206 കോടി രൂപ ആണ് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അത് എവിടുന്ന് വന്നു, എങ്ങനെ റേസ് ചെയ്തു എന്നൊക്കെ വലിയ വലിയ തർക്കങ്ങളും വലിയ വലിയ ചർച്ചകളൊക്കെ ഉണ്ടായി. എങ്കിലും ഇപ്പോൾ അതിൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഗോകുലം ഗോപാലിൻ്റെ ചിട്ടി ഫണ്ടിൽ നിന്ന് 131.64 കോടി രൂപയാണ് മെസ്സിക്ക് വേണ്ടി ഇവിടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി കൊടുത്തത്. അത് ഇപ്പോൾ അവർക്ക് നോട്ടീസും പോയി കഴിഞ്ഞു. ഗോകുലം ചിട്ടി ഫണ്ടിൽ നിന്ന് 131.64 കോടി രൂപ. അതുപോലെ ഹിന്ദുജ ലൈലാൻഡ് ഫൈനാൻസിൽ നിന്ന് 73.23 കോടി രൂപയും കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് 206 കോടി രൂപയുടെ കണക്ക് വന്നത്. അത് ധനകാര്യ സ്ഥാപനങ്ങളാണ്, ബാങ്കല്ല. അത് അങ്ങനെ ബിസിനസ് നടത്തുന്നതിന് അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അവർ ആ പണം ഇപ്പോൾ കൊടുത്തത് അത് ലോണായിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, പണം കിട്ടിയ സോഴ്സ് ഇപ്പം മനസ്സിലായി. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങിന് അവർക്ക് ലഭിച്ച പണത്തിൻ്റെ സോഴ്സ് ഇപ്പം പുറത്തേക്ക് വന്ന് ആ 2 ധനകാര്യ സ്ഥാപനങ്ങളോടും അതിൻ്റെ വിശദീകരണം എല്ലാം ഒരാഴ്ചയ്ക്കകം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു ബ്ലാക്ക് മണിയല്ല. ആ 2 ധനകാര്യ സ്ഥാപനങ്ങളും അവർക്ക് ആവശ്യത്തിന് പണമുള്ളവരാണ്. നേരത്തെ നമ്മളൊരു വാർത്ത കണ്ടു, ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന് ഒരു 1000 കോടി രൂപയുടെ വിദേശ പണം ഇന്ത്യയിലേക്ക് വന്നു. വിദേശത്തു നിന്നാണ് വന്നത്. അതേപ്പറ്റി നേരത്തെ വാർത്തയുണ്ടായിരുന്നു. ഗോകുലം ഗോപാലന് തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ള, അല്ലെങ്കിൽ മലയാളികൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ ചിട്ടി ചേരുന്നുണ്ട്. അപ്പോൾ ആ ചിട്ടി പണമെല്ലാം വരുന്നത് വിദേശ നാണ്യത്തിലാണ്. USA-യിലും യൂറോപ്പിലും ഒക്കെ ഉള്ള മലയാളികൾ അവരുടെ കുടുംബം രക്ഷിക്കാനും ഇവരുടെ കടം വീട്ടാനും ഒക്കെ ഇവിടെ സേഫായിട്ട് അവർ ചിട്ടി ചേരും. അഡ്വാൻസ് പൈസ ലഭിക്കുകയും ചെയ്യും. വിദേശത്താണെങ്കിൽ വിദേശത്തുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു സഹായം ധാരാളം ഗോകുലം ഗോപാലൻ ചെയ്യുന്നതാണ്. നേരത്തെ ഒരു 1000 കോടിയുടെ ഇതുപോലെ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ഒരു പ്രശ്നം വന്നപ്പോൾ അത് ചിട്ടി പണമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ്. അത് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വന്നതല്ല, അത് ആ സോഴ്സ് കൃത്യമാണ്. അങ്ങനെ അത് ഒരു പത്രപ്രസ്താവനയൊക്കെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഈ പണം ബ്ലാക്ക് മണി അല്ല എന്നിപ്പം ക്ലിയറായി. കാരണം അതിൻ്റെ സോഴ്സ് ഇപ്പം വെളിയിലോട്ട് വന്നിരിക്കുന്നു. ആ 2 പേർക്കും അതിന് സോഴ്സുണ്ട്. എത്രായിരം കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന ആളാണ് ഗോകുലം ഗോപാലൻ. വിദേശത്ത് നമുക്ക് ധാരാളം ഫണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് ചുറ്റി പിടിച്ച പൈസ അങ്ങോട്ടും കൊടുക്കും. അതിനൊന്നും ഇവിടെ നിയമപരമായൊരു തടസ്സങ്ങളൊന്നുമില്ല. അതിനൊക്കെ വേണ്ടതായ രീതിയിൽ GST അടയ്ക്കേണ്ടത് അടച്ചാൽ മതി. ഇപ്പോൾ ഈ മെസ്സിയുടെ കേസിനകത്ത് മെസ്സിയുടെ മെസ്സിയും അർജൻറ്റീന ടീം വരുന്നതിനെ സംബന്ധിച്ച് ബ്ലാക്ക് മണിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സോഴ്സ് ഇപ്പം വെളിയിലോട്ട് വന്നിട്ടുണ്ട്. അത് വൈറ്റ് മണി തന്നെയാണ്. അത് ആ പണത്തിൻ്റെ ഗ്യാരണ്ടി ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് അതിൻ്റെ പാർട്ട്നേഴ്സ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റ് ആ പണം ലോണായിട്ട് കിട്ടിയതാണ്. അതിനകത്തൊരു ഒഫൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ സോഴ്സ് ഇപ്പം കൃത്യമായി അവർ നേരത്തെ മുതൽ പറയുന്നുണ്ട്, ഞങ്ങൾക്കല്ലേ ആ പണം നഷ്ടം വന്നുള്ളൂ, ആ പണം ഞങ്ങൾ അവിടുന്ന് കേസ് കളിച്ച് വാങ്ങിച്ചെടുത്തോളാം മീഡിയേറ്ററിൽ നിന്ന്. അതിനൊരു ഇടനിലക്കാരനുണ്ട് അമേരിക്കയിൽ, അവർ കൂടിയാണ് പണം അടച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിദേശ നാണ്യം ഏതായാലും അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സോഴ്സും വന്നു. അതൊരു ബ്ലാക്ക് മണിയുടെ പരിധി വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഗോകുലം ഗോപാലിൻ്റെയും അതുപോലെ തന്നെ ഈ മറ്റ് ധനകാര്യ സ്ഥാപനമുണ്ട്, ഹിന്ദുജ ലൈലാൻഡ് ഫൈനാൻസും, അതൊക്കെ വിദേശത്തുനിന്ന് അവർക്ക് ധാരാളം മലയാളി അല്ലെ ഇന്ത്യക്കാരെ അവരുടെ വെഹിക്കിളിന് ഒക്കെ പണം അടയ്ക്കുന്നുണ്ട്. അതൊക്കെ വിദേശത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഈ ഡിജിറ്റലായിട്ടുള്ള മണി ട്രാൻസ്ഫറൊക്കെ അത് തീർച്ചയായിട്ടും ലീഗലൈസ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഇതൊരു ബ്ലാക്ക് മണി അല്ല എന്നിപ്പോൾ ഉറപ്പായി. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് GST ആപ്ലിക്കബിൾ ആണോ ഇല്ലയോ എന്ന്. ഏതായാലും ആ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ അവരുടെ ഡിഫൻസ് ഈ പ്രോഗ്രാം നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഈ പണം ഇതിന് GST 22.68 കോടി രൂപ അടയ്ക്കേണ്ട ആവശ്യമില്ല. അടച്ചാൽ തന്നെ അത് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട്
അന്ന് ആ ഫംഗ്ഷൻ നടക്കുന്നതിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ അന്നോ അടച്ചാൽ മതി. അഡ്വാൻസായിട്ട് അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ പേപ്പറൊക്കെ മൂവ് ചെയ്യുന്ന ഇരിക്കുന്ന സന്ദർഭമാണ്. അന്നേരം GST അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിയമപരമായിട്ട് എന്തായാലും EDയുടെ ആ നീക്കം അത് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി അത് പരിശോധിക്കും. അപ്പോൾ മാത്രമേ അതേപ്പറ്റി ഒരു കൃത്യമായ ഒരു പെനാൽറ്റി അടിക്കാനുണ്ടോ അല്ലെങ്കിൽ ഒരു ഒഫൻസ് ഉണ്ടോ ഇല്ലെന്ന് പറയാനൊക്കെ. ഏതായാലും പണം വന്ന് അത് കള്ളപ്പണമല്ല, അതിൻ്റെ സോഴ്സ് കൃത്യമായി അത് ഇപ്പം അവരുടെ ED അവരോട് അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടോ, അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ, അതെങ്ങനെയുള്ള പണമാണ്, ബ്ലാക്കാണോ വൈറ്റാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറ്റിയൊക്കെ അവർ ചോദിച്ചോളൂ. പക്ഷേ ഇത് ഒരു ഒഫൻസായിട്ട് പത്രവാർത്തകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു ടെക്നിക്കൽ കാര്യം മാത്രമേ അതിൻ്റെ അകത്ത് ഉള്ളൂ. കാരണം പണം വന്ന സോഴ്സ് അത് ലീഗലായിട്ട് കറക്റ്റാണ്. അത് അവർക്ക് അത് കൂടുതൽ വരുമാനമുള്ളവരാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നവരാണ്. വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഫണ്ട് വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ധനകാര്യ സ്ഥാപനം ഇവർക്ക് പണം ലോണ് കൊടുത്താൽ അത് അവർ തമ്മിലുള്ള ബിസിനസ്സാണ്. പക്ഷേ അതിനകത്ത് ആകെ ഇൻ്റർഫിയർ ഉള്ളത് GSTയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അത് ആ ഫംഗ്ഷൻ നടക്കാത്തതുകൊണ്ട് അത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ആ റിപ്പോർട്ടർ അവർ പറഞ്ഞത്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അവർക്ക് ആ ഒരു ഡിഫൻസ് എടുക്കാം. അതിനകത്ത് കോടതി തീരുമാനിക്കട്ടെ. മറ്റു രീതിയിലുള്ള ഒരു ഒഫൻസ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.